ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മളെ ബഹ്റിൻ റിഫയിലുള്ള സെൻട്രൽ മാർക്കറ്റിൽ വന്നേക്കുവാണ്. അപ്പം ഞാൻ കരുതി നമുക്കിന്ന് വാട്ട് ടൈപ്പ് പർച്ചേസ് ഇൻ ഡേ എന്നല്ല, മാർക്കറ്റ് നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഇവിടെ മനാമ സെൻട്രൽ മാർക്കറ്റ് ഉണ്ട്. അതല്ല റിവർ സെൻട്രൽ മാർക്കറ്റ്. കാരണം ഞങ്ങളിവിടെ ഈസ്റ്റ് റിഫയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ആണ്, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ വണ്ടി ഉള്ളതിൻ്റെ അഹങ്കാരം കാരണം ഞങ്ങളിന്ന് വണ്ടിയിലാണ് വന്നത്. പിന്നെ അത് മാത്രമല്ല, വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ പോയി എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഇവിടെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാത്തത് കാരണം എൻ്റെ ഭർത്താവ് പാർക്കിംഗ് സ്പേസ് ഇല്ലാതെ കിടക്കുന്ന സ്ഥലവും. ഹായ് പറയൂ. ഹായ് പറയൂ. ഇങ്ങനെ ഒരു 25 മിനിറ്റ്സിൻ്റെ വെയിറ്റിങ്ങിന് ശേഷം അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് വന്ന് പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എന്താ സ്മെല്ലോ ഹൈജീനിക്ക് ഒരു വൃത്തിയില്ലാതെ വെള്ളമോ അങ്ങനെ ഒന്നുമില്ല. നല്ല തിരക്കാണ് കേട്ടോ. രാവിലെ തന്നെ ഫ്രൈഡേ ആയത് കാരണം നല്ല തിരക്കാണ്. മാർക്കറ്റ് എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്, മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ആകും. 2 മണിക്ക് ശേഷം നമുക്ക് മീൻ കിട്ടത്തില്ല. പക്ഷേ പച്ചക്കറി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കിട്ടുമെന്ന് തോന്നുന്നു. പച്ചക്കറിയുടെ സമയം അറിയില്ല. ഫിഷ് മാർക്കറ്റ് 2 മണിയാകുമ്പോൾ ക്ലോസ് ആണ്. പച്ചക്കറിക്ക് ക്ലോസിങ് ടൈം എനിക്കറിയില്ല. പേരറിയില്ല, കഴിച്ച് അറിയാമെന്നുള്ള മീനാണ് ഞങ്ങളിപ്പോൾ മേടിച്ചത്. അതുകൊണ്ടാണ് മീൻ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാത്തത്. കാരണം എനിക്കിതിൻ്റെ പേര് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഏതാണ്ടൊക്കെ കുറച്ച് വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലെ അയല മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മേടിച്ച് വേറെ മീൻ മേടിച്ച കുഞ്ഞയല, വലിയ അയല, കുഞ്ഞയല. ബാക്കിയുള്ളതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് പേരൊന്നും കാണിച്ചു തരാത്തത്. അല്ലാതെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണും കൊണ്ടുവരുന്നപ്പോൾ ചേട്ടൻ പോയി മീൻ മേടിച്ചത് കൊണ്ടല്ല കേട്ടോ. പക്ഷെ ഭയങ്കര നീറ്റായിട്ട് ഇവിടെയുള്ളവർ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. വീട്ടിൽ പോയി ഒന്ന് കഴുകിയെടുത്ത് കുക്ക് ചെയ്യുന്ന കാര്യം. ഫിഷ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത് പച്ചക്കറി മേടിക്കാൻ പോവാ. യെസ്, അഫ്കോഴ്സ്. ഓക്കെ, നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് പച്ചക്കറി മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പോയി പച്ചക്കറി മേടിക്കാം. ഫിഷ് ഞാൻ കാണിക്കാത്തത്, എനിക്കറിയില്ല ഞാൻ എന്താ മേടിച്ചെന്ന്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അവർ ക്ലീൻ ചെയ്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. നല്ല ക്ലീനാണ്. ഇതാ നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് കണ്ടോ. എല്ലാ നാട്ടിലെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഫ്രഷായിട്ട് കിട്ടും. ഫ്രൈഡേ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ ഒരു 6 മണി മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ പച്ചക്കറി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു അറിവ്. പച്ചക്കറി മാത്രമല്ല, നമുക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്നതാണ് ഇവിടെ നിന്ന്. എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ ഫ്രൂട്ട്സും പച്ചക്കറിയും. ഇത് ഞങ്ങൾ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന ഒരു മലയാളി ചേട്ടൻ്റെ കട. ഇവിടെ ഒട്ടുമിക്ക നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഏറ്റവും വിലയുള്ള സാധനം വീട്ടിൽ വേണ്ടാതെ നമുക്ക് ഈ ഒരു തേങ്ങയ്ക്ക് എത്ര, ഒരു 70 റുപ്പീസ് വരുമല്ലേ? 70 റുപ്പീസോളം വിലയുള്ളൊരു തേങ്ങയാണിത്. സാധാരണ പച്ചക്കറി ഞാനാട്ടോ എടുക്കണേ. പക്ഷെ ഇന്നാൾക്ക് വീഡിയോ എടുത്ത് തരാനുള്ള മടി കാരണം പച്ചക്കറി എടുക്കാനുള്ള ടാസ്ക് ഏറ്റെടുത്തിരിക്കുവാണ്. സോ നമുക്ക് തക്കാളി വേണം. തക്കാളി എല്ലാം ഉണ്ട്. ബീൻസ് മതി. ആൻഡ് ദെൻ നമുക്കിനി ഇഞ്ചി വേണം. വേണ്ടടാ,
ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. അതെടുത്തോ. വെളുത്തുള്ളി, ഇഞ്ചി. അയ്യോ, അത്രയൊന്നും വേണ്ട. മതി മതി. മുരിങ്ങയ്ക്ക. മതി മതി, 2 മതി. കൊച്ചുള്ളി, കോളിഫ്ലവർ വേണോ? ഇതായിരിക്കും. ചെറുതെടുക്കുക കേട്ടോ. ചെറുതാണോ? സെയിമാണോ? ഓക്കെ. പച്ചമുളക് മോനെ, ആ പച്ചമുളക് അമ്മ എടുക്കാം. മതിയോ? ആ, അത്രയും മതി. അത്രയും വേണ്ട. ആ മതി മതി മതി. അതിച്ചിരി അത്ര എടുത്തോ. അത് കുമ്പളങ്ങ. ഇത് കണ്ടോ, ബീട്രൂട്ട് മുഴുവനോടിരിപ്പ്. ഇലയും ഉണ്ട്, ബീട്രൂട്ടും ഉണ്ട്, മല്ലിയില, പിന്നെ പേരറിഞ്ഞാത്ത കുറേ ഇലകൾ. ഇതൊക്കെ എന്ത് പേരാന്ന് എനിക്കറിയില്ല. ഇത് പുതിന. നമ്മളങ്ങനെ മല്ലിയില എടുത്തിരിക്കുവാണ്. പുതിന ചട്നി വേണ്ട. പുതിന ചട്നി ക്യാൻസർ. അങ്ങനെ നമ്മുടെ കീരയും കിട്ടിയിട്ടുണ്ട്. ഇതെന്താ പറഞ്ഞ ലാൽ ചീര എന്തോ? എന്താ? ആ, ലാൽ ചീര. മുട്ട വാങ്ങിക്കാൻ വന്നതാ. മുട്ട നമുക്കിവിടെ നാടൻ മുട്ട കിട്ടും, പക്ഷെ ഭയങ്കര റേറ്റാട്ടോ. എന്താ, ഒരു ട്രേ മുട്ടയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 3 ദിനാർ അടുപ്പിച്ച്, അതായത് നാട്ടിലൊരു 600 റുപ്പീസ് അടുപ്പിച്ച് വരും ഒരു ട്രേ മുട്ടയ്ക്ക്, നാടൻ മുട്ടയ്ക്ക്. അപ്പോൾ ഇത് നാടൻ മുട്ടയിൽ വെള്ള മുട്ട, നല്ല വെള്ള സൗദി മുട്ട, നല്ല വെള്ള സൗദി മുട്ടയാണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ. ഇത് വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഇവിടെ പച്ചക്കറി മാത്രമല്ല. എടുത്തോ. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ബ്രൊക്കോളി കണ്ണിൽ കുടുക്കി. സോ അടുത്ത് നമ്മൾ വീണ്ടും ബ്രൊക്കോളി മേടിക്കാൻ പോവുകയാണ്. ഫ്രൂട്ട്സും ഉണ്ട്, ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, പാല് കിട്ടും, പാല്, പിന്നെ എന്താ, അങ്ങനെയൊക്കെ കിട്ടും. എന്താ ഡേറ്റ്സിൻ്റെ. ഇതെന്തിനു യൂസ് ചെയ്യുന്നത്? അജയുടെ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു, പക്ഷേ എനിക്കങ്ങോട്ട് ക്ലിയർ ആയില്ല. കണ്ടപ്പോൾ തെങ്ങുപൂക്കളെ പോലെ തോന്നി. അത് ഡേറ്റ്സിൻ്റെ എന്തോ ആണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് റിഫ സെൻട്രൽ മാർക്കറ്റ്. ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഇവിടെ നിന്നാണ് നമുക്ക് പച്ചക്കറിയും ഫിഷും മീറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പച്ചക്കറി
ആൻഡ് ഫിഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. ചേട്ടൻ വണ്ടിയുടെ അടുത്തോട്ട് സ്പീഡിന് പോകുക, കാരണം 2 കൈ നിറച്ച സാധനം ഇരിക്കുകയാണ്. എനിക്ക് കുഞ്ഞുറങ്ങുന്നത് കാരണം സാധനം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ 4 പേര്, അത് ഈ 2 കുട്ടികൾക്കും വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രയധികം സാധനം വേണമെന്ന്. പക്ഷേ ഇല്ല, ഇതൊരു 2 ആഴ്ചത്തെ പർച്ചേസാണ് ചെയ്തത്. അടുത്ത ഫ്രൈഡേ വരണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തീരുവാണെങ്കിൽ ഞങ്ങളിവിടെ ലുലുവിൽ പോയിട്ട് വാങ്ങാറാ പതിവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പർച്ചേസ്. നല്ല വെയിലുണ്ട്. പെട്ടെന്ന് പോയി വണ്ടിയിൽ കയറട്ടെ. സാധാരണ ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് വാങ്ങാറ്. ഫ്രൂട്ട്സ് കുറച്ച് വീട്ടിലിരിക്കുന്ന കാരണം ഇപ്രാവശ്യം വാങ്ങിയില്ല. ചേട്ടൻ സാധനമെല്ലാം വണ്ടിയിൽ വെച്ചു. ഇനി പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിട്ട് വീടെത്തിയപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ഉണർന്നിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഈ ഫിഷ് മാർക്കറ്റിൽ തന്നെ നമുക്ക് മീറ്റ് കിട്ടും കേട്ടോ, ചിക്കൻ, ബീഫ്, മട്ടൺ അങ്ങനെ എല്ലാം കിട്ടും. അത് കാണിച്ചു തരാൻ വിട്ടുപോയി, കാരണം ഞാനിന്നത് വാങ്ങുന്ന ആ സൈഡിലോട്ടേ പോയിട്ടില്ല. അത് കാരണം അത് വാങ്ങുന്ന ഏരിയ കാണിക്കാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.